തീർച്ചയായും നിങ്ങൾ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഖിദ്മത്താണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുകയും പ്രകീർത്തിക്കുകയും മദഹ് പറയുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ഹൃദയമൊക്കെയും മുത്തുനബിയോടുള്ള ഇഷ്കിന്റെ കടലാണ്. ഭൗതിക ലോകമാകുന്ന പ്രതിസന്ധിയുടെ കൂരിരുട്ടിൽ, ഭൗതിക ലോകമാകുന്ന പ്രതിസന്ധിയുടെ അലകടലിൽ പെടുമ്പോൾ ഇച്ഛകളാകുന്ന ആഗ്രഹങ്ങളാകുന്ന കടലുകൾ, തിരമാലകൾ മനുഷ്യനെ മുക്കിക്കളയുമോ എന്ന് ഭയപ്പെടുമ്പോൾ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടത്തിലും മുസ്ലിം ഉമ്മത്ത് ആശ്രയിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നാല് ഭാഗത്തുനിന്നും ചീറി വരുന്ന ശത്രുവ്യൂഹം വാളുകളുമായി ചുറ്റും നിൽക്കുമ്പോൾ ഈ ചെറുകൂട്ടം പരാജയപ്പെട്ടാൽ തൗഹീദ് നഷ്ടമാകുമല്ലോ എന്ന് ഭയപ്പെട്ടപ്പോൾ, ഒരു ഉമ്മത്തിന്റെ തൗഹീദിന്റെ ബാബയുടെ മുമ്പിൽ കൂരിരുൾ പരളുമെന്ന് തോന്നിയപ്പോൾ ഭയാശങ്കകളോടെ മുസ്ലിം ഉമ്മത്തെ വിളിച്ചിരുന്നതും നോക്കിയിരുന്നതും മദീന കുബ്ബയിൽ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പ്രതിസന്ധികൾ അവരെ വലയം ചെയ്തപ്പോൾ, ആയുധങ്ങളേന്തിയ ശത്രുവ്യൂഹം വളഞ്ഞിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വേദനയോടുകൂടി അവർ വിളിച്ചത് അല്ലാഹു മുഹമ്മദാ, അല്ലാഹു മുഹമ്മദാ. ഓ എന്റെ മുഹമ്മദ് നബിയേ, ഓ എന്റെ നേതാവായ പ്രവാചക പ്രഭോ, അവിടുന്ന് എന്നെ സഹായിക്കണം നബിയേ. മാരകമായ രോഗങ്ങൾ കടന്നാക്രമണം നടത്തിയപ്പോൾ, ഒരു മരുന്നും ഫലിക്കാതെ വന്നപ്പോൾ രോഗക്കട്ടിലിൽ നിന്നും അവർ വിളിച്ചു പറഞ്ഞത് അല്ലാഹു മുഹമ്മദാ, ഓ എന്റെ പ്രവാചകരേ, ഓ എന്റെ ആത്മീയ നേതാവേ, എന്റെ രോഗം ശിഫയാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേദനയോടുകൂടി അവർ വിളിച്ചു പറഞ്ഞതും അതാണ്. ഈ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത്. എവിടെ നോക്കിയാലും അതാണ്. ചില ആളുകൾക്ക് സാമൂഹ്യ ബോധം തീരെയില്ല. അവർക്ക് മുമ്പും ഇസ്ലാമില്ല, അവർക്ക് ശേഷവും ഒന്നും വരാനില്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മളെ പ്രാർത്ഥന എന്താണ്? റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷം പൊറുക്കണേ. വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വിശ്വാസവുമായി ഞങ്ങൾക്ക് മുൻപും കടന്നുപോയ മുഴുവൻ മുഅ്മിനീങ്ങളോടും നീ പൊറുക്കണേ തമ്പുരാനെ. ഇങ്ങനെ ദുആ ചെയ്യാനാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ ദുആ ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മരണപ്പെട്ടവർക്ക് വേണ്ടി മനുഷ്യവംശത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടി ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. കഴിഞ്ഞിട്ടില്ല, വീണ്ടും വരാനിരിക്കുന്നവർക്കും പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ